Go fast, go fast. അയ്യോ ഓടി വരുന്നു, ഓടി വരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആഫ്രിക്കയിലെ മജേറ്റി വൈൽഡ് ലൈഫിലേക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം വെളുപ്പിന് 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇലോങ്വേയിൽ നിന്നാണ് ബ്ലാൻറ്റയർ മജേറ്റിയിലേക്ക് പോകുന്നത്. അതായത് അവിടേക്ക് എത്താൻ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. രാവിലെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മളീ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ഒത്തിരി കച്ചവടക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. മക്കളും 3 പേരും വണ്ടി കയറി ഇപ്പോഴും ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു 3 പേർക്കും. അപ്പോൾ പോകുന്ന വഴി ഈ ഒരു റെസ്റ്റോറൻറ്റിലൊന്ന് കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ വേണ്ടി യാത്ര തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളോടൊപ്പം മറ്റൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബ്ലാൻറ്റയർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടിയുണ്ട് നമുക്ക് മജേറ്റി വൈൽഡ് ലൈഫിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതുപോലെ മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് മുന്നോട്ടുള്ള യാത്ര തുടർന്നത്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ മജേറ്റി വൈൽഡ് ലൈഫ് റിസർവിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെന്ന ഉടനെ അവിടെ നേരെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോയത്. ഇതിനുള്ളിലായിട്ട് അവിടുത്തെ സഫാരി ഷോപ്പ്, റെസ്റ്റോറൻറ്റും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. നമുക്കവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതിന് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കുറച്ച് തലയോട്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ, മൃഗങ്ങളുടെ, ആനയുടെയും ഹിപ്പയുടെയും ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തിൻ്റെയൊക്കെ തലയോട്ടികളാണെന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഉച്ചയോടെ തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം ഒരു 6 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യ കാഴ്ച തന്നെ കുറച്ച് മാനുകളും കുരങ്ങന്മാരും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇംപാല എന്നറിയപ്പെടുന്ന ഒരിനം കലമാനാണ്. അങ്ങനെ കാടും മേടൊക്കെ കണ്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് സീബ്രയാണ് കേട്ടോ. ഈ കാണുന്നത് കാടിനുള്ളിലൂടെയുള്ള ഒരു റിവറാണ് കേട്ടോ. ഇത് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കാടിനുള്ളിൽ തന്നെ ആയിട്ടുള്ള ഒരു ട്രീ ഹൗസിലേക്കാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് കാടിനുള്ളിലൂടെയുള്ള ഒരു റിവറാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ വെള്ളത്തിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കാട്ടിലോട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഒത്തിരി ദൂരം പോയിക്കൊണ്ടിരുന്നു. ചീറ്റയും സിംഹവും ആനയൊക്കെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ജീവിയുടെ സൗണ്ട് കേട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പം ദൈവമായിരുന്നു നമ്മുടെ താരം സിംഹം. ഒന്നല്ല 2 പേരുണ്ട് കേട്ടോ. ഇത് രണ്ടും പെൺസിംഹങ്ങളാണ്. വരവ് കണ്ടിട്ട് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞു വരുന്ന വരവാണെന്നാണ് തോന്നുന്നത്. ഇനി സിംഹം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതായിട്ട് കാണുന്നതാണ് ആഫ്രിക്കൻ ആന. ഏഷ്യൻ ആനകളെക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ് ആഫ്രിക്കൻ ആനകൾക്ക്. ആഫ്രിക്കൻ ആനകളുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുണ്ടാകും എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ആനയ്ക്ക് എന്താണ് കൊമ്പില്ലാത്തതെന്നല്ലേ. ഇത് കുട്ടിയാന ആയതുകൊണ്ടാണ് ഇതിന് കൊമ്പില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ ആനയൊക്കെ കണ്ടിരിക്കാൻ പോകണടാ. ആനയുടെ ഒരൊറ്റ വരവ് ഇനി ബാക്കി വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ.
പോകുന്നില്ലല്ലോ. ഈശ്വര പോയാൽ മതിയായിരുന്നല്ലേ മുഖം. ഈശ്വര കൊച്ചിന് വണ്ടി എടുക്കാം. Go fast. അയ്യോ ഓടി വരുന്നു. ഗൈസ്, ശരിക്കും പേടിച്ച് പണ്ടാരമടങ്ങിയ ഒരു നിമിഷമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് കേട്ടോ. അത് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ വൈൽഡ് ലൈഫ് സ്റ്റോറി. അപ്പം പ്രകൃതിയെയും അനിമൽസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.